പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ചെല്ലുകുത്തിയ തെങ്ങിനെ അത് നമുക്ക് എങ്ങനെ പരിപാലിച്ച് അതിനെ പൂർവ്വസ്ഥിതിയിലാക്കി അത് നമുക്ക് നന്നായിട്ട് എടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. ചെല്ലു കുത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെല്ലു കുത്താൻ തുടങ്ങുമ്പോൾ തന്നെ തെങ്ങിന്റെ കൂമ്പ് കറുത്ത നിറത്തിലായി ചീഞ്ഞ് മറിയുന്നതായിരിക്കും. ആ മറിയുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ പരിപാലിക്കണം. ഒത്തിരി താമസിച്ചു കഴിഞ്ഞാൽ ശരിയായി കിട്ടിയെന്നും വരില്ല. വരും തലമുറയ്ക്ക് ഒരു കരുതലായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഇതാണ് തെങ്ങ്. കാരണം വരും തലമുറയ്ക്ക് തെങ്ങ് കാണാൻ ഭാഗ്യമുണ്ടാകുമോ എന്ന് വരെ സംശയം. ഈ രോഗം പിടിച്ച തെങ്ങിനെ സംരക്ഷിക്കാൻ വെറും 135 രൂപയുടെ മുടക്കേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് ചോദിച്ചാൽ അത് കിട്ടും. അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് തെങ്ങിനെ എങ്ങനെ മരുന്നൊഴിച്ച് സംരക്ഷിക്കാമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം പറഞ്ഞാലും കമ്പോളങ്ങളിൽ എണ്ണയ്ക്ക് ഭയങ്കര വിലക്കയറ്റമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് വ്യാജ എണ്ണയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു തെങ്ങിനെ പോലും നശിപ്പിക്കാതെ തെങ്ങിനെ സംരക്ഷിച്ച് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് ആവശ്യമായ എണ്ണയും തേങ്ങയും നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഈ തെങ്ങിന്റെ മരുന്നെന്ന് പറയുന്നത് വിഷാംശമാണ്. നല്ല വിഷമുള്ള മരുന്നാണ്. അത് കുട്ടികളുള്ള വീടുകളിൽ കൈ എത്തുന്നിടത്ത് വെക്കരുത്. പിന്നെ വലിയ തെങ്ങിലോട്ട് ഏണിയെ കയറാം എന്നൊക്കെ ഒന്നും വെക്കരുത്. അത് അപകടം പിടിച്ചതാണ്. നമ്മൾക്ക് എത്താവുന്ന തെങ്ങിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ നമ്മൾ കയറ്റക്കാരെ വിളിച്ച് തെങ്ങിന് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനി നമുക്ക് മരുന്നൊഴിച്ച് ഇതിൻ്റെ അണ്ട വൃത്തിയാക്കി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. തെങ്ങ് കേട് വന്ന ഭാഗങ്ങൾ നമ്മൾ ഇപ്പം വൃത്തിയാക്കാൻ പോയി. കുട്ടികൾ ഇത് ചെയ്യരുത്. ഇന്നത്തെ വിഷമായ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ പോകുന്നത്. ഇതിന്റെ കൂമ്പ് വെട്ടിയപ്പോൾ ആ തെങ്ങിന്റെ കൂമ്പിന്റെ അകത്തുനിന്ന് ഈ ഓലയിലോട്ട് വന്ന ചെല്ലിയാണിത്. ഇതിന് നമ്മൾ മരുന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ഇത് പിന്നെ മേൽപോട്ട് പറന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റും ചത്ത താഴത്തോട്ട് വീഴുന്നത്. അത് ശരിക്കും നമ്മൾ ശുശ്രൂഷിച്ചാൽ തെങ്ങ് രക്ഷപ്പെടും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തെങ്ങിന്റെ തിന്ന് നശിപ്പിച്ചു കളയും. നല്ല കൂമ്പായിരുന്നു. ഈ തെങ്ങിന് ചൊട്ട വന്നതാണ്. ഇത് തിന്നാണ് ഈ കൂമ്പ് ഈ വിധത്തിലാക്കി വെച്ചിരിക്കുന്നത്. ചെല്ലി കയറി പോകുന്നത് കണ്ടോ ഗൈസ്? ഇങ്ങനെയാണ് തെങ്ങ് മൊത്തം ചീത്തയാകുന്നത്. ഇതിനെ മൊത്തത്തിനെ കൊന്നു കളയണം. നമ്മുടെ അല്ലെങ്കിൽ അടുത്ത തെങ്ങ് കയറാൻ ചാൻസ് ഉണ്ട്. തെങ്ങിൻ്റെ അണ്ടയെല്ലാം വൃത്തിയാക്കി ഇനി മരുന്നൊഴിക്കാൻ നമുക്ക് റെഡിയാകും. ഒഴിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നാണിത്. ഇത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മരുന്നെടുക്കുവാണ്. ഇതിനൊരു അടപ്പ്. എന്നിട്ട് അടുത്ത കുപ്പിയിലോട്ട് ഒഴിക്കണം. ഒരടപ്പൂടെ വേണം ഇതിന്. 2 അടപ്പ് മരുന്ന്.
ഇത്രയും മരുതേ എടുക്കാവുള്ളൂ. ചെറിയ തെങ്ങാണെങ്കിൽ കൂടുതലെടുത്താൽ അവിഞ്ഞതുപോലെ ആയി പോകും അതിന്റെ അണ്ട. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുവാണ് ഇതിന്റെ അകത്തോട്ട്. ഇത്രയും വെള്ളവും മരുന്നും കൂടെ മതിയാകും. ഒന്ന് ഒഴിക്കാൻ പോയാണ്, അത് ഇതിന്മേൽ ഒഴിക്കുന്നതായിട്ട് കാണിക്കാൻ പോയി. ആ തെങ്ങ് പോലെ തന്നെ ഈ തെങ്ങും ചെല്ലു കുത്തിയിട്ട് പോയതാണ്. ഞങ്ങൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഇങ്ങനെ ചെയ്ത് മരുന്നൊഴിച്ചപ്പോഴത്തേനും റെഡി ചെയ്താണ്. ഇതുപോലത്തെ 3-4 തെങ്ങ് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല, സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റുന്നത്. ഇത് ഇപ്പൊ റെഡിയായി. ആദ്യത്തെ തെങ്ങ് കായ്ച്ചതാണിത്. നിങ്ങളും ട്രൈ ചെയ്ത് ശരിയായി കിട്ടും, 100% ഗ്യാരണ്ടി. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം വരാം. ഹായ്.